നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും CPMന്റെ കണക്കുകൂട്ടൽ കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും രമേശ് ചെന്നിത്തല. LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ, മൃതദേഹം തലയിൽ മുറിവേറ്റ നിലയിൽ, കൊലപാതകമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ്. തൃശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് തൃശൂർ തളിക്കളം സ്വദേശി ദാസൻ. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്പീഡ് ബോട്ടിൽ കരക്കെത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കാശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ. സഫിയുടെ 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. സമ്പദ് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നിറഞ്ഞ വിഷു ആഘോഷം നാളെ. വിഷു ചന്തകളിലും പടക്ക വിപണികളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. കണിയൊരുക്കിയും വിഷു കൈനീട്ട് നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ ഒരിക്കൽ കൂടി വിഷു ആഘോഷിക്കും. നെല്ലറയിലും വിഷു വിപണി സജീവം. എല്ലാ കടകളിലും പടക്കങ്ങളുടെ പൊടിപൂരം. പുതുശ്ശേരി മറവുകാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പ്രായമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി മികച്ച മത്സ്യകർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. ചുട്ടുപൊള്ളി നാട്. വേനൽ കടുക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ 40 ഡിഗ്രി സെൽഷ്യസ്. ചൂടിനിയും കടക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും പ്രതിസന്ധി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല. CPMന്റെ കണക്കുകൾ കെട്ടിപ്പൊക്കിയ കണക്കുകളാണെന്നും LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും BJP ഈ നടപടിയെ കേരള ജനത ഒറ്റയ്ക്കായി നേരിടുമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPMന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദ മാഷ് പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പൂർണ്ണമായ നിരീക്ഷണം, നിയന്ത്രണം ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. എത്ര സീറ്റ്? പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണത്തിൽ ഇത്തവണ ഒരു അപാകതയും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. തലയിൽ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ തളിക്കുളം സ്വദേശി ദാസനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മത്സ്യബന്ധനത്തിന് കടലിൽ പോയതാണ്. കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. സ്പീഡ് ബോട്ടിൽ കരയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെ ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഏകദേശം 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണുവാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച രാത്രി 7ഓടെയാണ് മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. സഫിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും വളകളും 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനിരുന്ന ബന്ധുക്കൾ പറഞ്ഞതോടെയാണ് മരണം കൊലപാതകമാണെന്ന സംശയമുണർന്നത്. വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാത്രിയായതിനാൽ തുടർ നടപടി സാധിക്കാത്തതിനാൽ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7ഓടെ കുന്നംകുളം SP മുരളീധരൻ, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI KR ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി.
വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ കൊലപാതക ലക്ഷണങ്ങളിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഉച്ചയ്ക്ക് 2 ഈ വിവരം പുറത്തുവന്നു. അതേസമയം വയോധികയ്ക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് CI രാജേന്ദ്രൻ നായർ അറിയിച്ചു. 3.5 ഏക്കറോളം വരുന്ന വളപ്പിലെ ഇരുനില വീട്ടിൽ സഫിയ തനിച്ചായിരുന്നു താമസം. സുരക്ഷയെ കരുതി രാത്രി അടുത്തുള്ള ബന്ധുവീട്ടുകളിലാണ് ഉറങ്ങാൻ പോയിരുന്നത്. പുരയിടത്തിലെ തേങ്ങ കൊപ്രയാക്കിയും വെളിച്ചെണ്ണയാക്കിയും വിറ്റായിരുന്നു ഉപജീവനം. ഇത് വാങ്ങാൻ നിരവധി പേർ ഇവിടെ എത്താറുണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം കഠിനാധ്വാനം ചെയ്താണ് ഇവർ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചത്. വീടിന് ചുറ്റും വിശാലമായ പാടശേഖരമുള്ള വിജനമായ പ്രദേശമാണിത്. മരണം കൊലപാതകമല്ലെന്ന് വ്യക്തമായെങ്കിലും സ്വർണം നഷ്ടപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ ഊർജിത അന്വേഷണം വേണമെന്നും ബന്ധു സലീം ആവശ്യപ്പെട്ടു. ആളിവിടെ ഒറ്റയ്ക്കല്ലേ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പണിക്കാർ പലരും വരാറുണ്ട്. അത് ആരാ എന്താണെന്നുള്ളില്ല. അപ്പോൾ ആൾ ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ തേങ്ങ പെറുക്കി കൂട്ടാനും മറ്റുള്ള അങ്ങനെയൊക്കെ തേങ്ങ പൊളിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതൊന്നും അത്ര ഇതുണ്ടാവില്ല. പക്ഷേ ഇതേവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്ന് പേടിപ്പിക്കാൻ കൂടി ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സമ്പദ് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. എങ്ങുമുള്ള മലയാളികളുടെ വിഷു ആഘോഷം നാളെയാണ്. പൊതുവിപണിയായ വിഷു ചന്തയിലും പടക്കച്ചന്തയിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും വിഷു സദ്യ ഒരുക്കിയും എങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കും. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. വിഷു വസന്തകാലമാണ്. ഋതുരാജനാണ് വസന്തം. വസന്തകാലാരംഭമാണ് ഈ ഉത്സവത്തിൻ്റെ കവാടം. പ്രകൃതി പുഷ്പ ആഭരണങ്ങൾ ചാർത്തി വിഷുദിനം കാത്തിരിക്കുന്നു. വിഷുവിൻ്റെ വരവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കൊന്നകളും പൂത്തുലഞ്ഞ് നിന്നിരുന്നു. കിളികളുടെ പാട്ട്, വൃക്ഷങ്ങൾ നിറയെ ഫലങ്ങൾ, പ്രസന്നമായ പകൽ, എവിടെയും സമൃദ്ധിയും സന്തോഷവും. ഐശ്വര്യത്തിൻ്റെ സന്ദേശം കൂടിയാണ് വിഷു. കേരളത്തിൽ ഇത് നവവത്സര ആരംഭമാണ്. ആണ്ടുപിറപ്പ് എന്നും വിഷു അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലും വിഷുദിനമാണ് നവവത്സരമായി കൊണ്ടാടുന്നത്. കാലവർഷവും ശകവർഷവും ആരംഭിക്കുന്നത് മേട വിഷു മുതൽക്കാണ്. വിഷു മേടവിഷു എന്നും തുലാം വിഷുവെന്നും രണ്ടായി പറയപ്പെടുന്നു. മേടവിഷുവാണ് മലയാളികൾക്ക് പ്രധാനം. ഭൂമിശാസ്ത്രപരമായും ജ്യോതിഷശാസ്ത്രപരമായും വളരെയധികം പ്രാധാന്യമാണ് വിഷുവിനുള്ളത്. സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു സംക്രാന്തി. ഇതിനു പിറ്റേന്നാണ് വിഷു. കർഷകർക്ക് വയലിലേക്ക് ഇറങ്ങാം എന്ന അറിയിപ്പുമായാണ് വിഷു വരുന്നത്. വിഷു കഴിയുമ്പോഴേക്കും വയലുകളിൽ കർഷകൻ നിലമൊരുക്കി വിത്തിടൽ ആരംഭിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷം നിറഞ്ഞ ഒരു വിഷുവിനെ വരവേൽക്കാൻ ഇതിനകം മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങുമുള്ള മലയാളികളുടെ വിഷു ആഘോഷം നാളെയാണ്. ഇതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു മലയാളികൾ. പൊതുവിപണിയിലെ വിഷുചന്തകളിലും പടക്കക്കടകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും രാവിലെ മുതൽക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. എല്ലാം വാങ്ങിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ. അങ്ങനെ കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും വിഷുസദ്യ ഒരുക്കിയും എങ്ങുമുള്ള മലയാളികൾ ഇത്തവണയും വിഷു കെങ്കേമമായി ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക് STV ന്യൂസ്. നെല്ലറയിൽ വിഷു വിപണി സജീവം. എല്ലായിടത്തും പടക്കങ്ങളുടെ പൊടിപൂരം. പടക്കക്കടയിൽ എണ്ണിയാൽ തീരാത്ത ഇനങ്ങൾ നിരത്തിവെച്ചത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ആകർഷിച്ചു. കർഷകരുടെയും കാർഷിക വൃത്തിയുടെയും ആഘോഷവും ആചാരവുമായ വിഷു ഉത്സവത്തിന് ജില്ലയിലെ നെല്ലറയിൽ വിപണിയിൽ വൻ തിരക്ക്. എല്ലായിടങ്ങളിലും പടക്ക വിപണിയാണ് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടത്. നെല്ലർ പ്രദേശമായ കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തന്നൂർ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച വിഷു തലേന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. പടക്കക്കടകളിൽ എണ്ണിയാൽ തീരാത്തത്ര ഇനങ്ങൾ നിരത്തിവെച്ചത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാത്തിനും വില കൂടുതലാണെങ്കിലും അതൊന്നും വിപണനത്തെ ബാധിച്ചില്ല. വേനൽ മഴ പെയ്യാത്തത് വിഷു കച്ചവടക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വേനൽ കടുക്കുന്നു. ചുട്ടുപൊള്ളി നാട്. 40 ഡിഗ്രി സെൽഷ്യസിലെത്തി കഴിഞ്ഞ ദിവസം വരെ പാലക്കാട് ജില്ലയിൽ മാത്രം ചൂടിൻ്റെ താപനില. ഇനിയും ചൂട് കനക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും നേരിയ ആശ്വാസത്തിന് വകയില്ലാതെയായി. ചൂടോട് ചൂട്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി നാട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ മാത്രം താപനില രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസാണ്. കനത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവരും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും കാര്യമായി ശ്രദ്ധിക്കണം. ചൂടേൽക്കാനാവാതെ പലരും കുട ചൂടി നടക്കുന്ന കാഴ്ചയാണ് ടൗണിലും മറ്റും കാണാനായത്. കനത്ത ചൂടിൽ ആശ്വാസത്തിനായി കുടിവെള്ളം ലഭിക്കാൻ തണ്ണീർ പന്തലുകളെയും മറ്റും ആശ്രയിക്കുന്നവരും ഏറെയാണ്. ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടിൻ്റെ താപനില എത്തിയതിനാൽ ഇനിയും ചൂട് കടുക്കുമെന്ന ആവലാതിയിലാണ് ജനങ്ങൾ. പുഴകളും തോടുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു തുടങ്ങി. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും നേരിട്ടു തുടങ്ങി. വേനൽ മഴ ലഭിക്കാത്തതും
നേരിയ ആശ്വാസത്തിന് വകയില്ലാതെയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതുശ്ശേരി മരുവക്കാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പാകമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മത്സ്യകർഷകർക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ പറഞ്ഞു. കടുത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. പുതുശ്ശേരി നടുത്തറ പ്രകാശിന്റെ ഉടമസ്ഥയിലുള്ള കുളം മീൻ വളർത്താനായി മറുവക്കാട് സുമതി മുരളീധരൻ പാട്ടത്തിനെടുത്തതായിരുന്നു. മെയ് മാസത്തിൽ വിളവെടുക്കാൻ തയ്യാറായ കട്ല, റോഹു, തിലോപ്പിയ, മൃഗാല എന്നീ മത്സ്യങ്ങളാണ് ചത്തത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സുമതി മുരളീധരൻ പറഞ്ഞു. ഇവ കുളത്തിൽ നിന്നും മാറ്റാനോ പുതിയ കൃഷി ആരംഭിക്കാനും ലക്ഷങ്ങളുടെ ചിലവുണ്ട്. മികച്ച മത്സ്യകർഷകർക്കുള്ള അവാർഡ് ഒട്ടേറെ തവണ നേടിയയാളാണ് സുമതി. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റിടങ്ങളിലും കനത്ത ചൂട് മത്സ്യകൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ റോഡ് നിർമ്മിച്ചതായ സ്ഥലം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ചു. തോട്ടിലെ പ്രധാന കുടിവെള്ള പദ്ധതിയായ ആനക്കല്ല് കുടിവെള്ള പദ്ധതി മണ്ണൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്. റോഡ് നിർമ്മിച്ചതിനാൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടു നിന്ന ജനങ്ങളുടെ പരാതിയിലാണ് സന്ദർശനം നടത്തിയത്. തോടിൻ്റെ പ്രധാന കുടിവെള്ള പദ്ധതിയായ ആനക്കല്ല് പദ്ധതി മണ്ണൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്. തോട് നിർമ്മിച്ചതിനാൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുന്ന ജനങ്ങളുടെ പരാതിയിലാണ് സന്ദർശനം. എന്നാൽ റോഡ് അനധികൃതമാണെന്നും തോടിലെ വെള്ളം തടസ്സപ്പെടുന്ന നടപടി പ്രതിഷേധാർഹമാണെന്നും പ്രസിഡന്റ് ER ശശി, CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ എന്നിവർ അറിയിച്ചു. വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ കരികല്ലിട്ട് ഇവിടെ തോട് ക്രോസായി ബണ്ട് കെട്ടിയതിൻ്റെ ഭാഗമായി താഴെ കൊട്ടക്കുന്ന് തോടിനകത്തുള്ള മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയിൽ അവിടെ 150ഓളം വീടുകളിൽ കുടിവെള്ളം കിട്ടാതെ അവിടെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. മണ്ണൂർ പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി നടപ്പിലാക്കാത്ത ഒരു വാർഡാണ് 1-ാം വാർഡ്. ആ വാർഡ് പ്രദേശത്ത് 150ഓളം വീടുകളിൽ കുടിവെള്ളം കിട്ടാത്ത വളരെ പ്രയാസം അനുഭവിക്കുന്നതാണ്. അടിയന്തരമായിട്ട് മറ്റ് സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ടു. പക്ഷേ ഇവിടെ ഈ ബണ്ട് നിലനിൽക്കുന്നതുകൊണ്ട് താഴെയുള്ള തോട്ടിൽ വെള്ളം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പ്രയാസം മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് പ്രദേശത്ത് അനുഭവിക്കേണ്ടി എന്നും കൂടി അവസരം സൂചിപ്പിക്കുന്നു. കാഞ്ഞിരപ്പുഴ തുറന്നെങ്കിലും നമ്മുടെ തടയണയിൽ, കൊട്ടക്കുന്ന് തടയണയിൽ വെള്ളം എത്തിയിട്ടില്ല. അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ കേരളശ്ശേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കോറി അവരുടെ മെറ്റീരിയൽ കടത്തുന്നതിന് വേണ്ടി ഈ പരമ്പരാഗത ജലസ്രോതസ്സായ തോട് മൂടി അതിന് തടസ്സം, ജലസ്രോതസ്സിൻ്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ അടിയന്തരമായി അത് കേരളശ്ശേരി അതുപോലെ തന്നെ അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ അത് നീക്കം ചെയ്ത് ജലസ്രോതസ് അതുപോലെ തന്നെ വരുന്ന ജലം സുഗമമായി ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. CPM പ്രാദേശിക നേതാക്കളും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നിലവിൽ അമ്പലപ്പാറ കേരളശ്ശേരി പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള തോടിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബങ്കരയിൽ ഡോക്ടർ അംബേദ്കറുടെ 135ാം ജന്മദിനം ഇറാൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു. തുടർന്ന് ഇറാൻ ഗ്രൂപ്പിൻ്റെ വനവൽക്കരണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 135 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. റിട്ടയർഡ് SIയും പരിസ്ഥിതി പ്രവർത്തകനുമായ MK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് 135 വൃക്ഷത്തൈകൾ നമ്മൾ ഇവിടെ നടാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്പ്ലെൻഡിഡ് ഗാർഡൻ വെച്ചിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന, ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ആ ഭരണഘടന നിർമ്മിച്ച ആ ശില്പിയുടെ BR അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ തന്നെ ഈ ഒരു സംരംഭം ഇവിടെ നടത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കൂടാതെ ഇവിടെയുള്ള പാണ സമുദായത്തിനെ അടിച്ചമർത്തിയ ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തമായി പഠിച്ച് 2 ബിരുദാനന്തര ബിരുദങ്ങളെല്ലാം നേടി. ലീല ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, KK റഹ്മാൻ, MV രവി, മനീഷ് മങ്കര, മൗണ്ട് സീന സ്കൂളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. PKS ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. PKS ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VC ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ ജയന്തി ദിനം സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ജാതീയതകൾക്കെതിരായ PKS ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. വില്ലേജ് പ്രസിഡന്റ് MK നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ ജനിച്ച്
ആ ദളിത് വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി അന്ത്യം വരെ അത് നേരിട്ടായാലും അത് നിയമപോരാട്ടത്തിലൂടെ ആയാലും അത് ഭരണഘടനയുടെ സംരക്ഷണമായാലും ഒക്കെ അതിന് നേതൃത്വം നൽകി ഇന്ന് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പോരടിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജനകീയ നേതാക്കളിൽ ഒരാളാണ് അംബേദ്കർ. PKS ഏരിയ കമ്മിറ്റി അംഗം അജിത, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാമൻ, സുഭാഷ്, കുഞ്ഞേട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. വില്ലേജ് എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് വിഷുവിനെ ഏവരും കണക്കാക്കുന്നത്. ഗ്രാമങ്ങളിലെ ഗൃഹാതുരമായ വിഷു ഒത്തുചേരലുകളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് വിഷുക്കാലം പിന്നെയും എന്ന മ്യൂസിക്കൽ ആൽബം. തൃശൂർ DPM-ഉം സാഹിത്യകാരനുമായ ഡോക്ടർ P. സജീവ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിൽ ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരും അഭിനയിച്ചിട്ടുണ്ട്. മേടമാസത്തിലെ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി ക്രിയേഷൻസാണ് വിഷുക്കാലം പിന്നെയും എന്ന ആൽബം ഒരുക്കിയിട്ടുള്ളത്. ആൽബത്തിലെ വിഷുപക്ഷിയുടെ വരവും മേടക്കാറ്റും മേടക്കൊയ്ത്തും കണിക്കൊന്നയും കുട്ടികളുടെ കളികളും വിഷുക്കണിയും വിഷു കൈനീട്ടവുമെല്ലാം പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു പടിപ്പുരക്കോണിൽ ഒരു പൊന്തൂവൽ. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു പടിപ്പുരക്കോണിൽ ഒരു പൊന്തൂവൽ. വിഷുക്കാലം പിന്നെയും തീർക്കുന്നു കിളിച്ചുണ്ടൻ മാവിലൊരു കളഗാനം. വിഷുപക്ഷി പിന്നെയും പൊഴിക്കുന്നു. ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു ചിത്രീകരണം. പോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആൽബം പുതിയ കാലത്ത് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കൂടിയാണ് കൈമാറുന്നത്. തൃശൂർ, വേലൂർ, തയ്യൂർ, കിഴക്കേ പുഷ്പകത്തും പരിസരങ്ങളിലുമായിരുന്നു ചിത്രീകരണം. പാടത്തയരങ്ങേറുന്നു മേടക്കൊയ്ത്ത് കൊടിയിലായലഞ്ഞിടുന്നു മേടക്കാറ്റ്. പാടത്തയരങ്ങേറുന്നു മേടക്കൊയ്ത്ത് മുറ്റത്തായി ആമോദത്തിൽ കുഞ്ഞുങ്ങൾ തൻ കളിമേളം. കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നൽകുന്ന പിന്തുണയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കാതെ സാഹിത്യത്തെയും കലയെയും ചേർത്ത് പിടിക്കാൻ തന്നെ സഹായിച്ചതെന്ന് ഡോക്ടർ സജീവ് കുമാർ പറഞ്ഞു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ സാഹിത്യവും അതുപോലെ തന്നെ കലയിലും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അക്കാദമിക് രംഗത്തോടൊപ്പം തന്നെ അതുപോലെ ജോലിയോടൊപ്പം തന്നെ ഈ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നിവർത്തിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായ ജോലിയിൽ കുറവ് വരുത്തുന്ന ഒരു രീതിയല്ല ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കലയെയും സാഹിത്യത്തെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടെ നിൽക്കാനും സഹായിക്കാനും കലയെ പ്രണയിക്കുന്ന പലരുമുണ്ട്. അവരുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടിയാണ് സമയബന്ധിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്. സൂരജ് സുബ്രഹ്മണ്യൻ സംഗീതവും ആസിഫ് സലീം ക്യാമറയും സുദീപ് ES എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ആൽബത്തിൽ ഡോക്ടർ P. സജീവ് കുമാറിനൊപ്പം ഡോക്ടർ രാധിക, ഡോക്ടർ ശ്രീജിത്ത് ഹരിദാസ് എന്നിവരും ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരും അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ അനിൽ പാത്രമംഗലം, രാജേഷ് നീലകണ്ഠൻ, ദിനേശ് P, സുനിത M, R, ശ്രീരാമൻ നമ്പീശൻ, സന്ധ്യ ശ്രീരാമൻ, രാജേഷ് P, കവിത രാജേഷ് തയ്യൂർ എന്നിവരും കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളായ സൂര്യപ്രതാപ്, ശ്രീരുദ്ര, സന്തോഷ്, ദേവദത്ത് വിഷ്ണു, ഗൗരി ലക്ഷ്മി വിഷ്ണു എന്നിവരും ആൽബത്തിൻ്റെ ഭാഗമാണ്. ആൽബത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഇതോടകം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ചിറ്റൂരിൻ്റെ മണ്ണിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കളമൊരുങ്ങുന്നു. ഗാലക്സി ക്രിക്കറ്റ് ക്ലബ്ബാണ് 4 ദിവസത്തേമായി നടക്കുന്ന ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ 19 വരെ ചിറ്റൂർ ബോയ്സ് മിനി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഏപ്രിൽ 16 വൈകിട്ട് 5 മുതൽ സത്യൻ ആൻഡ് മുരളി മെമ്മോറിയൽ ഗാലക്സി ലെജൻഡ്സ് പ്രീമിയർ ലീഗും 17, 18, 19 തീയതികളിൽ രാഘവൻ മെമ്മോറിയൽ പ്രീമിയർ ലീഗും നടക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണി തുകയായ 5 ലക്ഷം രൂപ ഒന്നാം സമ്മാനവും 2.5 ലക്ഷം രൂപ രണ്ടാം സമ്മാനവും നൽകും. സൗത്ത് ഇന്ത്യയിലെ
ഏറ്റവും മികച്ച 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. 18 വൈകിട്ട് 6 കേരള രഞ്ജി താരം സച്ചിൻ ബേബി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ടി രാജു പറഞ്ഞു. ഗാലക്സി പ്രീമിയർ ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണി തുക രാഘവൻ മെമ്മോറിയൽ ട്രോഫി. വിന്നേഴ്സിന് 5 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 2.5 ലക്ഷം രൂപയും സെമി ഫൈനലിസ്റ്റിന് 50,000 രൂപയും ക്വാർട്ടർ ഫൈനലിസ്റ്റിന് 25,000 രൂപയും പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ടീമിന് 10,000 രൂപയും അതായത് രജിസ്റ്റർ ചെയ്ത അൺസോൾഡ് പ്ലേയേഴ്സിനും കാണികൾക്കും എല്ലാവർക്കും പ്രൈസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്ന ആൾക്ക് ട്രോഫിക്ക് പുറമെ ഒരു 10 പ്രൈസുകളോ കൊടുത്തിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ എന്ന സ്ഥലത്ത് ഇത്രയും വലിയ ടൂർണമെന്റ് നടത്തുവാനുള്ള കാരണം ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന ആളുകളൊക്കെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു, ഇപ്പോഴും ക്രിക്കറ്റിന്റെ കൂടെ പോകുന്ന ആളുകളാണ്. വാർത്താ സമ്മേളനത്തിൽ സർത്താജ്, എസ് വിനീത്, രമേശ് പേവി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃക്കങ്കോട് കാളിയാർ മഠം വിഷ്ണുമായ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യസ്പർശം ജീവകാരുണ്യ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട 300 പേർക്ക് വിഷു കൈനീട്ടമായി പലവിജ്ഞാന കിറ്റുകൾ വിതരണം ചെയ്തു. വാനയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി, ശ്രീജ, മുൻ അംഗങ്ങളായ AP പ്രസാദ്, സുജിത് പി രാജ്, ക്ഷേത്രം മഠാധിപതി കൃഷ്ണൻ കാളിയാർ, മാനേജർ ശരത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കിറ്റുകളുടെ വിതരണവും പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മനശ്ശേരി കിള്ളിക്കാവ് പൂരമഹോത്സവം വിവിധ പരിപാടികളോടെ ഏപ്രിൽ 25-ന് ആഘോഷിക്കുമെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15-ന് തോൽപ്പാവക്കൂത്ത് തുടങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 15-ന് തോൽപ്പാവക്കൂത്തിന് തുടക്കമാകും. വൈകിട്ട് 7-ന് ഗാനമേള നടക്കും. 16-ന് വൈകിട്ട് 6:30-ന് നിഷ പ്രമോദ് നയിക്കുന്ന പ്രണീതം മ്യൂസിക് ഹാർമണിയുടെ സംഗീത വിരുന്ന്. 7-ന് മനശ്ശേരി കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ചരിത്രം പറയാൻ മറന്നത് നാടകം. 17-ന് വൈകിട്ട് 7-ന് കൊടിയേറ്റം. തുടർന്ന് ഗാനമേള നടക്കും. 18-ന് വൈകിട്ട് 7-ന് കലാമണ്ഡലം കൃഷ്ണശ്രീയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. തുടർന്ന് മാജിക് ഷോ. 19-ന് വൈകിട്ട് 7-ന് നാടൻപാട്ട്. തുടർന്ന് കൽപ്പാത്തി ബാലകൃഷ്ണൻ, പനമണ്ണ ശശി, ശുഗപുരം ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക. 20-ന് വൈകിട്ട് 7-ന് ഗാനമേള. രാത്രി 10-ന് പഞ്ചതായമ്പക. 21-ന് വൈകിട്ട് 7-ന് ഗാനമേള. രാത്രി 10-ന് ട്രിപ്പിൾ തായമ്പക. 22-ന് വൈകിട്ട് 6:30-ന് തിരുവാതിരക്കളി. 7-ന് നൃത്തനൃത്യങ്ങൾ. 23-ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി. 24-ന് വൈകിട്ട് 7-ന് ആശാ സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതാർച്ചന എന്നിവ നടക്കും. പൂര ദിവസമായ 25-ന് വൈകിട്ട് 5 മണി മുതൽ കാവിലേക്ക് വിവിധ വേല കമ്മിറ്റികളുടെ വേലവരവ്. തുടർന്ന് 7 മണി മുതൽ 8:30 വരെ മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10-ന് മട്ടന്നൂർ ശ്രീരാജ്, ചെറുതാഴം ചന്ദ്രൻ, പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീകാന്ത്, ചിറക്കൽ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചതായമ്പകയും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരം ലഘുഭക്ഷണം കൂത്തിനോടനുബന്ധിച്ചുണ്ടാവുന്നതാണ്. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കും അന്നദാനം ഉള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന തായമ്പകളാണ്. 2 ട്രിപ്പിൾ തായമ്പകയും 2 പഞ്ചതായമ്പകയും ഉണ്ട്. അതിൽ പൂരം ദിവസം നടക്കാൻ പോകുന്ന പഞ്ചതായമ്പക വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. കുറെ കാലത്തിന് ശേഷമാണ് പോരൂർ ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, മട്ടന്നൂരിൻ്റെ 2 മക്കളും ചിറക്കൽ നിതീഷും ഒന്നിച്ച് കൊട്ടാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഒരു ചെറിയ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു തായമ്പകയായിരിക്കും. പിന്നെ യൂഷ്വലി ഉള്ള വേറെ 2 ട്രിപ്പിൾ തായമ്പക. അതിൽ മേളപ്രമാണികളായിട്ടുള്ള എന്താ പറയുക ശശി, ശുഗപുരം ദിലീപ്, കൽപ്പാത്തി ബാലകൃഷ്ണൻ തുടങ്ങിയ. പ്രസിഡന്റ് പുതുപ്പറമ്പിൽ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് കെ സോമസുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് വടക്കൂട്ട്, N കൃഷ്ണൻകുട്ടി നായർ, വിജയൻ മുല്ലശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ശക്തമായി താഴെത്തട്ടിൽ അലയടിച്ചെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും CPMന്റെ കണക്കുകൂട്ടൽ കെട്ടിപ്പൊക്കിയ കണക്കുകളെന്നും രമേശ് ചെന്നിത്തല. LDFന്റെ പരാജയത്തെക്കുറിച്ച് പറയാൻ സമയമുണ്ടെന്നും ക്രൈസ്തവ സഭയ്ക്കെതിരെ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും കേരളം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിനുള്ളിൽ അജ്ഞാതൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മൃതദേഹം തലയിൽ മുറിവേറ്റ നിലയിൽ. കൊലപാതകമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ്. തൃശൂരിൽ മത്സ്യത്തൊഴിലാളി കടലിൽ വെച്ച് കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് തൃശൂർ തളിക്കളം സ്വദേശി ദാസൻ.
കടലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്പീഡ് ബോട്ടിൽ കരയ്ക്കെത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശമംഗലം കടുക്കാശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേശമംഗലം തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ. സഫിയുടെ 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. സമ്പദ് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നിറഞ്ഞ വിഷു ആഘോഷം നാളെ. വിഷു ചന്തകളിലും പടക്ക വിപണികളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. കണിയൊരുക്കിയും വിഷു കൈനീട്ട് നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ ഒരിക്കൽ കൂടി വിഷു ആഘോഷിക്കും. നെല്ലറയിലും വിഷു വിപണി സജീവം. എല്ലാ കടകളിലും പടക്കങ്ങളുടെ പൊടിപൂരം. പുതുശ്ശേരി മറവുകാട് സ്വകാര്യ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പ്രായമായ വിവിധ ഇനങ്ങളിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപ നാശനഷ്ടമുണ്ടായതായി മികച്ച മത്സ്യകർഷകയ്ക്കുള്ള അവാർഡ് നേടിയ സുമതി മുരളീധരൻ. കനത്ത ചൂടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. ചുട്ടുപൊള്ളി നാട്. വേനൽ കടുക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ 40 ഡിഗ്രി സെൽഷ്യസ്. ചൂടിനിയും കടക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. വേനൽ മഴ ലഭിക്കാത്തതും പ്രതിസന്ധി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.